UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പോലീസ് തലപ്പത്തും അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് തലപ്പത്തും നിർണായക അഴിച്ചുപണിക്ക് സാധ്യതയേറുന്നത്. ക്രമസമാധാന ചുമതലയിലും ഇന്റലിജൻസ് തലപ്പത്തും ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ പോലീസ് തലപ്പത്ത് നിർണായക അഴിച്ചുപണിക്കുള്ള സാധ്യതയേറുകയാണ്. എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും പ്രധാനമായും ഈ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക? 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ അധികാരത്തിലേക്ക് തിരികെ വന്നതിന് പിന്നാലെയാണ് നിർണായകമായ അഴിച്ചുപണി ഉദ്യോഗസ്ഥ തലത്തിൽ തുടക്കമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥരുടെ വലിയ തരത്തിലുള്ള ഒരു സ്ഥലംമാറ്റ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെ പോലീസ് തലപ്പത്തും അഴിച്ചുപണിക്ക് സാഹചര്യമൊരുങ്ങുന്നത്. സംസ്ഥാന പോലീസ് മേധാവി പദവിയിൽ റവാഡ ചന്ദ്രശേഖർ, നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി, 2027 ജൂണിൽ വരെ തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടരും. മറിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP, അതോടൊപ്പം ഇന്റലിജൻസ് മേധാവി, വിജിലൻസ് മേധാവി തുടങ്ങിയവരെയായിരിക്കും പരസ്പരം സ്ഥലം മാറ്റുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുക എന്നാണ് വിവരം. താഴെത്തട്ടിൽ CIമാരുടെയും SIമാരുടെയും ഒക്കെ ട്രാൻസ്ഫറുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയം നോക്കിയാണ് സ്ഥലമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവുമായി പ്രതിപക്ഷ സംഘടനകളൊക്കെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ തന്നെയാണ് പോലീസിന്റെ മുഖം മാറ്റുക എന്നൊരു നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പോലീസ് തലപ്പത്തും നിർണായകമായ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി ഡാൻ, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ, നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെ വധശ്രമം അടക്കം ചുമത്താൻ SIT. വകുപ്പ് തല നടപടിക്കും ശുപാർശയുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം വന്നേക്കും. ഡാൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ വധശ്രമം അടക്കം ചുമത്താൻ ഉള്ള നീക്കം നടത്തുകയാണ് SIT. അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം വന്നേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇതിൽ 5 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് SIT നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചക്കകം SITയുടെ റിപ്പോർട്ട്, ഈ ആലപ്പുഴയിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് SITയുടെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുമെന്നാണ് വിവരം. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാന്മാരായിരുന്ന സന്ദീപിന്റെയും അനിൽകുമാറിന്റെയും അടക്കം 5 പേരുടെ കാര്യത്തിൽ കടുത്ത അച്ചടക്ക ലംഘനം ഉണ്ടായിരിക്കുന്നുവെന്നൊരു വിലയിരുത്തലിലേക്ക്, അത്തരമൊരു നിരീക്ഷണത്തിലേക്ക് SIT എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വകുപ്പ് തല അച്ചടക്ക നടപടിയായിരിക്കും ഇവർക്കെതിരെ ഉണ്ടാകുക. സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ കാർക്കശ്യം നിറഞ്ഞ തീരുമാനങ്ങൾ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് പോലീസിൽ നിന്ന് പുറത്തുവരുന്നത്. കാരണം അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത മനുഷ്യത്വരഹിതമായ നടപടിയാണ് AD തോമസ് MLAയോടും അജയ് ജുവൽ കുര്യാക്കോസിനോടും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നൊരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം SITക്ക് AD തോമസും അജയ് ജുവലും നൽകിയ മൊഴികളിൽ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ചില പരാമർശങ്ങളുണ്ട്. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് കീറിയെറിഞ്ഞത് തിരുത്താൻ MR അജിത് കുമാർ നേതൃത്വം നൽകിയെന്നാണ് ആക്ഷേപം. അത് വളരെ ഗൌരവത്തോടെയാണ് SIT നോക്കിക്കാണുന്നത്. അന്വേഷണത്തിൽ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ ഷൌക്കത്ത് അലിയേക്കാൾ ഒരുപാട് ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളാണ് MR അജിത് കുമാർ. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങാൻ ഈ SITക്ക് കഴിയില്ല. അതിന് ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വേണ്ടിവരും. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച ശേഷം ആഭ്യന്തര വകുപ്പായിരിക്കും അതിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. നിലവിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയത്, ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാകില്ല. ഒരുപാട് പരാതികൾ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ സംഭവമായതിനാലാണ് കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി SITക്ക് രൂപം നൽകിയതെന്നാണ്. എന്തായാലും 2 ആഴ്ചക്കകം ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസിലെ തുടർ നീക്കങ്ങൾ. ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.